നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 ഫെബ്രുവരി മാസത്തെ നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. 2026 ഫെബ്രുവരി മാസത്തെ നക്ഷത്രഫലം. അതിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം ഈ 4 നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഉത്രാട നക്ഷത്രക്കാര് ധനുക്കൂറിലും വരും, മകരക്കൂറിലും വരുന്നുണ്ട്. ഈ 2 കൂറിലാണ് ഉത്രാട നക്ഷത്രക്കാർ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. അതാദ്യം പറയാം. 1, 8, 15, 20, 21 തീയതികൾ ഇവരെ സംബന്ധിച്ച് നല്ല പ്രധാനപ്പെട്ട ചില ദിവസങ്ങളായിരിക്കും. ഈ മാസം ഇവർക്ക് പുതിയ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാവുന്ന ഒരു സമയമാണ് ഇവർക്ക്. കാരണം ഉത്രാടം ധനുക്കൂറിൽ വരുന്ന ഉത്രാടംകാർക്ക് വേഴം 7 വരുന്ന ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അത് ഗുണകരമാണ്. അപ്പൊ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസം. ചില പ്രധാന തീരുമാനങ്ങൾ ഇവരെ സംബന്ധിച്ച് എടുക്കേണ്ട ഒരു മാസം കൂടിയാണ്. ഇവര് ചില തീരുമാനങ്ങൾ ഈ മാസത്തിൽ എടുക്കും. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ ചില കാര്യങ്ങളിൽ, കുടുംബ സംബന്ധമായ ചില കാര്യങ്ങളിൽ ഇവര് ചില തീരുമാനങ്ങൾ എടുക്കാവുന്ന മാസമാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായി ഭദ്രത ഉണ്ടാകുന്ന ഒരു സമയമാണ്. കിട്ടാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ പറ്റുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം. പഴയ സുഹൃത്തുക്കളെ കാണാനും അവരുമായി സൗഹൃദം പങ്കുവെക്കാനും പറ്റുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം. അവരുമായി ഒത്തുചേരാനും അവരുമായി ഉല്ലാസയാത്ര പോകാനും അല്ലെങ്കിൽ അവരുമായി വിനോദ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും ഇവരെ സംബന്ധിച്ച്. പഴകിയ ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് അതിന് ശമനം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇനി ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രവും. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ 7.5 ശനി മാറി കിട്ടിയ ഒരു സമയമാണ്. വളരെ ആശ്വാസമാണ്. കാരണം 7.5 കൊല്ലോട്ട് ഈ തിരുവോണം നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന 7.5 ശനി ദോഷം ഇവർക്ക് മാറിക്കിട്ടി. ഇപ്പൊ ഒരു കൊല്ലത്തിന് മേലെയായി ഇവർക്ക് 7.5 ശനി മാറിയിട്ട്. എന്നാൽ ശനി 3-ൽ ആണ് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മകരക്കൂറാണ്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് 3-ലാണ് ശനി. 3 എന്ന് പറഞ്ഞാൽ ശനിനെ സംബന്ധിച്ച് നല്ല സ്ഥാനമാണ്. അപ്പൊ ഗുണം കിട്ടുന്ന സഹോദരപരമായിട്ട് സഹോദരന്മാരിൽ നിന്നെല്ലാം ഇവർക്ക് നല്ല അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. വേഴം ഇവരെ സംബന്ധിച്ച് വേഴം 6-ലാണ് നിൽക്കുന്നത്. 6-ൽ നിൽക്കുന്ന വേഴവും ഇവർക്ക് ഗുണകരമായും മാറാൻ സാധ്യതയുണ്ടെങ്കിലും ചില തടസ്സങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേഴം അനുകൂലമാകും എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഇവിടെ കഫ സംബന്ധമായ ചില അസുഖങ്ങൾ ഇവർക്ക് ഈ മാസത്തിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹു 2-ൽ നിൽക്കുന്നതും കേതു 8-ൽ നിൽക്കുന്നതും ഇവർക്ക് അത്ര ഗുണകരമല്ല. ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ അതോടൊപ്പം തന്നെ ദുർച്ചലവും വരികയും ചെയ്യും. കഫം അധികരിച്ചുണ്ടാവുന്ന ചില അസുഖങ്ങൾ ഇവരെ പിടിപെടാൻ ഈ മാസം സാധ്യതയുണ്ട്. ശാരീരികമായ ചില അസ്വസ്ഥതകളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. പ്രവർത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം ഈ മാസത്തിൽ ചിലപ്പോൾ ഇവർക്ക് കിട്ടിയില്ല എന്ന് വരും. കുടുംബപരമായിട്ട് ചില പണച്ചെലവിനും ഈ സമയം ഇവർക്ക് അതിനുള്ള
കുടുംബത്തില് അതിനുള്ള അവസരം വരും. കാരണം കുടുംബത്തിന് വേണ്ടി കുറച്ച് പൈസ ചെലവാക്കേണ്ട അവസ്ഥയും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ച് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തില് ഏറ്റവും അനുയോജ്യമായ ദിവസം 2, 9, 16, 21, 22 തീയതികൾ. അപ്പൊ ഞാനൊന്നുകൂടി പറയാം. 2, 9, 16, 21, 22 തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭമായ തീയതികളാണ്. തിരുവോണം കഴിഞ്ഞാൽ പിന്നെ അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ എന്താണെന്ന് നോക്കാം. അവിട്ടം നക്ഷത്രം പകുതി മകരക്കൂറിലും പകുതി കുംഭക്കൂറിലും വരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 7:30 ശനിയുടെ സമയമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ശനി ഇവരെ സംബന്ധിച്ച് 7:30 ശനി അത്ര ഗുണകരമല്ല ഇവരെ സംബന്ധിച്ച്. അതുകൂടാതെ ശനി 2-ലാണ് നിൽക്കുന്നത്. 2 ധനസ്ഥാനമാണ്. അപ്പൊ ധനപരമായ ചില ദോഷങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. എന്നാൽ വേഴം 5-ൽ നിൽക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ധനകാരകനായ വേഴം 5-ൽ നിൽക്കുന്നത് ചില ദിവസങ്ങളിൽ ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ 3, 10, 17, 22, 23 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ദിവസങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. 3, 10, 17, 22, 23 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് അനുയോജ്യമായ ദിവസങ്ങളാണ്. വിദേശ ജോലിക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ, അതായത് വിദേശത്ത് പോകാൻ വേണ്ടി കാര്യങ്ങൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. സഹോദര ഗുണം ഇവരെ സംബന്ധിച്ച് സഹോദരൻ ഗുണം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. സഹോദരന്മാരിൽ നിന്ന് ഇവർക്ക് ഗുണം കിട്ടുകയും ചെയ്യും. തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന മാസമാണ്. ഇവര് തമ്മിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കാൻ ഇവർക്ക് അതിനുള്ള സമയം വരുന്നതാണ്. കഴിയുന്നതും തർക്കങ്ങളിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയും വേണം. കഫ സംബന്ധമായ ചില അസുഖങ്ങളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് രാഹു ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. രാഹു ഇപ്പൊ കുംഭൻ രാശിയിലാണല്ലോ നിൽക്കുന്നത്. കുംഭൻ രാശി ചതയം നക്ഷത്രക്കാരുടെ ജന്മരാശിയാണ്. അപ്പൊ രാഹു ജന്മത്തിൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. എന്നാൽ വേഴം 5-ല് മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ഗുണകരമാണ്. ശനി 2-ല് ധനസ്ഥാനത്ത് നിൽക്കുന്നത് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര ഗുണം ഉണ്ടായെന്നും വരില്ല. ഇവരെ സംബന്ധിച്ച് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. അത് 4, 11, 18, 23, 24 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ തീയതികളായിരിക്കും. ഞാനൊന്നുകൂടി പറയാം. 4, 11, 18, 23, 24 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. പിന്നെ വേഴം 5-ല് ആണ് ഇവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. സന്താന ഭാഗത്താണ്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ സന്താനഭാവം. അപ്പൊ വേഴം 5-ല് നിൽക്കുന്നത് സന്താനങ്ങളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ ഇവർക്ക് കിട്ടാവുന്ന ഒരു മാസമാണ്. എന്നാൽ ശനി 2-ല് ധനസ്ഥാനം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. പിന്നെ കേതു 7-ലാണ് ഇവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. 7-ലെ കേതുവും അത്ര ഗുണകരമല്ല. ചിങ്ങൻ രാശിയിലാണ് കേതു നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ മാസം കടം കൊടുക്കരുത്. കടം കൊടുത്താൽ കിട്ടില്ല. മാനസികമായ സമ്മർദ്ദങ്ങൾ ഈ മാസം ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരും. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ധനം കൈകാര്യം ചെയ്യേണ്ട അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ്. എന്നാൽ ദുർച്ചെലവില്ലാതെ സൂക്ഷിക്കണം. ഈ മാസം ചില ദുർച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഭാര്യയുമായി അനാവശ്യമായ തർക്കങ്ങൾ, കാരണം കേതു 7-ലാണ് നിൽക്കുന്നത്, കളത്രസ്ഥാനത്താണ്. അപ്പൊ ഭാര്യയുമായി ചില അനാവശ്യമായ തർക്കങ്ങൾ ഇവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു 4, 11, 18, 23, 24 തീയതികൾ ഇവരെ സംബന്ധിച്ച് നല്ല ശുഭമായ തീയതികളാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.